ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ രാഷ്ട്രീയ ചർച്ച, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ ചർച്ചയും എല്ലാം തന്നെയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരായി നടത്തിയിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള അന്വേഷണ പ്രക്രിയ ആരംഭിച്ചു. അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ അന്വേഷണ പ്രക്രിയ ആരംഭിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ അത് വാർത്തകളെല്ലാം ഉണ്ടായി. ശരത്ചന്ദ്രൻ ഇന്ന് നിരവധി നമ്മുടെ ഇവിടെയുള്ള നേതാക്കന്മാരുമായി അവരുടെ പ്രതികരണങ്ങൾ തേരുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ന് പാർട്ടി കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം നടത്തിയ മുഹമ്മദ് സലീം ഉൾപ്പെടെ ആ വിഷയം എടുത്തു പറയുകയുണ്ടായി. എങ്ങനെ CPM ഇതിനെ നേരിടും? ശരത്ചന്ദ്രൻ, ഇപ്പോൾ സന്തോഷം സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ ഇത് പാർട്ടി കോൺഗ്രസിന്റെ ഒരു വിഷയമേ അല്ല ഇത്. യഥാർത്ഥത്തിൽ പാർട്ടി കോൺഗ്രസ് നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ വരുന്ന 3 വർഷക്കാലം CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എടുക്കുന്ന രാഷ്ട്രീയ നയം എന്താണ്, നിലപാടെന്താണ്, അതിനെ സംബന്ധിച്ച് വളരെ വിപുലമായി ചർച്ച ചെയ്ത് വളരെ നേരത്തെ തന്നെ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ നടന്ന ചർച്ചയെ തുടർന്നൊക്കെ ഇന്നത് അംഗീകരിച്ചുകൊണ്ട് ആ നിലയിൽ അപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ വിഷയമേ അല്ല. പക്ഷേ ചില മാധ്യമങ്ങളും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ മണ്ഡലത്തിൽ നിന്നുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ വിവാദം, നമ്മൾ മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരം കടന്നാക്രമണങ്ങൾ ഇതാദ്യമല്ല എന്ന് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് നേതാക്കൾ, അതായത് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ ഇന്നലെ സ്റ്റാലിനും മുഖ്യമന്ത്രിയും അടക്കം ഒരു ദേശീയ സെമിനാർ ഫെഡറലിസത്തിൻ്റെ സംരക്ഷണാർത്ഥം നടക്കുമ്പോഴാണ്, കർണാടകത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ആ സമയത്താണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ CPM നേതാക്കൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2016 മുഖ്യമന്ത്രിയായി വന്ന് അന്ന് മത്സരരംഗത്തേക്ക് വന്ന, സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞ് പോളിറ്റ് ബ്യൂറോ അംഗമായി മത്സരരംഗത്തേക്ക് വന്ന പിണറായി വിജയനെതിരായ വേട്ടയാടലുകൾ അന്നും UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി. 2021 വന്നപ്പോൾ അത് കുറെ കൂടി മാരകമായ നിലയിലേക്ക് അതിശക്തമായ ഒരു വിവാദ പരിസരം സൃഷ്ടിച്ച് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിച്ഛായ തകർക്കാം, അതിലൂടെ അധികാരത്തിന് LDFിനെ പുറത്താക്കാം എന്ന നിലയിലേക്ക് അതിശക്തമായ ഒരു നീക്കം നടന്നു. പക്ഷേ അതിനെയും നേരിട്ടു. അത് മുഴുവൻ വ്യാജ പ്രചാരണങ്ങളായിരുന്നു എന്നും വസ്തുതകൾ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും തുടർ ഭരണത്തിലേക്കും. അപ്പോൾ ഈ ഓരോ കാലവും ഓരോ ഘട്ടവും വിശദീകരിച്ചുകൊണ്ടാണ് CPIM നേതാക്കൾ അതിൻ്റെ പുതിയ പതിപ്പ് 2025 കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ കൃത്യമായി തിരിച്ചറിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൽ ജനങ്ങൾക്കുള്ള വലിയ വിശ്വാസം, സർക്കാർ മുന്നോട്ട് പോകുന്നതിലുള്ള വലിയ മതിപ്പ്, അതിനെ ഇടിച്ചു താഴ്ത്തണമെങ്കിൽ അദ്ദേഹത്തെ തന്നെ കേന്ദ്രീകരിക്കുക, അദ്ദേഹത്തെ ആക്രമിക്കുക, അതിനൊരു പുതിയ വഴിയായി മകൾക്കെതിരെ SFIO കേസ് കുറ്റപത്രം പ്രതിയാക്കുന്നു എന്ന നിലയിലേക്ക് കൊണ്ടുവച്ചുകൊണ്ട് മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ഇന്ന് മുഹമ്മദ് സലീമിൻ്റെ വാർത്താ സമ്മേളനം, CPIM പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിൻ്റെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും CPIM എന്തുകൊണ്ട് നേരിടും എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഇത് മുഖ്യമന്ത്രിയെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അതിൻ്റെ ഒരു പുതിയ പതിപ്പ് പരിശ്രമമാണ്. ഇന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, 2021 അന്നത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞതും എഴുതിയതും ഒക്കെ കൂട്ടിച്ചേർത്ത് വെച്ച് ഒരു കപ്പലിൽ കയറ്റി അയക്കാൻ തീരുമാനിച്ചാൽ വിഴിഞ്ഞത്തു നിന്ന് ഒരു കപ്പൽ പോയാൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു കപ്പൽ പോരാതെ വരും. അത്രമേൽ വ്യാജ വാർത്തകൾ, പെരുകുന്ന വ്യാജ വാർത്തകളെ അതിജീവിച്ചാണെന്ന് LDF മുന്നോട്ട് പോയത്. സമാനമായ രീതിയിൽ പുതിയ പരിശ്രമം നടക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിത് പറഞ്ഞു ചിരിക്കുന്ന അവസ്ഥ വരും എന്നാണ് പറഞ്ഞത്. അത്രമേൽ ശുഷ്കമായ നിരവധി കോടതികളിൽ, വിജിലൻസ് കോടതികളിൽ മാത്യു കുഴൽനാടൻ്റെ ഹർജിക്കാരനായി വന്ന് കേരള ഹൈക്കോടതിയിലടക്കം ഇതേ വിഷയം കൊണ്ടുവച്ച് കൊടുത്തിട്ടും ഇതിൽ ഒരു തരി തെളിവിൻ്റേതായിട്ടുള്ള അംശം പോലുമില്ല എന്നും കേവലമായ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്നും ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടും ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദമാക്കാൻ വേണ്ടിയുള്ള പരിസരം സൃഷ്ടിക്കൽ കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് കമ്പനികാര്യ മന്ത്രാലയത്തിൽ നിന്ന് സംഭവിക്കുന്നു. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനെയും ആ നിലയിൽ സംരക്ഷിച്ചു നിർത്തി ജനങ്ങളോട് വിശദീകരിക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു 3ാം വട്ടവും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഒരു അനുകൂല അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന CPIMൻ്റെയും ഇടതുമുന്നണിയുടെയും വിലയിരുത്തലുണ്ട്. അതിൽ വലിയ ആധി UDFിനുണ്ട്, UDFിനും ആ തിരിച്ചറിവുണ്ട്. അപ്പോൾ അതിനെ ഏതാണ്ട് UDF നേതാക്കൾ പറഞ്ഞത് പിണറായി വേഴ്സസ് UDF എന്ന് പറയുന്ന ഒരു ചിന്ത UDFിൽ തന്നെയുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ വീണ്ടും ടാർഗറ്റ് ചെയ്യുക, അതിന് മകൾക്കെതിരായ നീക്കം, അതിലൂടെ അദ്ദേഹം സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങൾ ഒന്നും ചെയ്തതായി പ്രതിപക്ഷത്തിന് പോലും കേസില്ല. ആ ആരോപണങ്ങൾ പോലും ഹൈക്കോടതിയിലടക്കം സ്ഥാപിച്ചെടുക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നിരിക്കെയാണ് പുതിയ നീക്കം കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. എന്നാൽ അതിലെ വൈരുദ്ധ്യം അതാണ്, കഴിഞ്ഞ ആഴ്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി ദില്ലിയിൽ കാണുമ്പോൾ ആ കൂടിക്കാഴ്ച പോലും ഇതിനു വേണ്ടിയാണ്, ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന അതേ ആളുകൾ
തൊട്ടു പിന്നാലെ ഈ കേന്ദ്ര സർക്കാർ തന്നെ ഏറ്റവും ശക്തമായി രാഷ്ട്രീയ വേട്ടയാടൽ ഈ രൂപത്തിൽ നടത്തുമ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി പറയാം. അപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തിരിച്ചറിഞ്ഞും വിശദീകരിച്ചും CPI മുന്നോട്ട് പോവുകയാണ്. അത് പാർട്ടി കോൺഗ്രസിൻ്റെ പുറത്ത് സംഭവിക്കുന്നുണ്ട്. നിരവധി നേതാക്കളുടെ ഇന്നത്തെ പ്രതികരണങ്ങളിലൊക്കെ അതുതന്നെയാണ് ഉണ്ടായിരുന്നത്. വൈകിട്ട് ചാനൽ ചർച്ചകളിലേക്ക് പല പ്രതിനിധികളും പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുമുണ്ട്. അതെ, തീർച്ചയായും അതുതന്നെയാണ് ഈ നേതാക്കന്മാർ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്